ഇന്നൊരു Q&A വീഡിയോ ആണ് കേട്ടോ. ലവ് സ്റ്റോറി. ചേച്ചി ലവ് സ്റ്റോറി പറയുമോ എന്നുള്ളത്. ചേച്ചി ലിപ് സർജറി ചെയ്തിട്ടുണ്ടോ? ലിപ് സർജറി ഞാൻ ചെയ്തേക്കുന്നത് ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് പറയാവോ എന്നുള്ളത്. ദെൻ അടുത്തതായിട്ട് കൂടുതൽ പേരും ചോദിച്ചേക്കുന്നത് ബ്രദറിന്റെ കാര്യമാണ്. ചേട്ടനെ വീഡിയോസിലൊന്നും കാണാറില്ലല്ലോ. നിങ്ങളുടെ ഫസ്റ്റ് കിസ് ആരാണ് കൊടുത്തേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നൊരു Q&A വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി വിചാരിക്കണ ഒരു Q&A വീഡിയോ ചെയ്യണമെന്ന്. കാരണം ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് 6 months ബാക്ക് ആണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 850K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഗൈസ്. സോ താങ്ക് യു സോ മച്ച് എവരി വൺ. വീഡിയോസ്, അതായത് ഡാൻസ് വീഡിയോ ആണെങ്കിലും വ്ളോഗൊക്കെ ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പക്ഷേ അനലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്നവർ അൺസബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. സോ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആകെ വന്നേക്കുന്നത് 393 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനും രാമുണ്ണും കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ചപ്പോൾ ഇട്ടതാണ്. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് പുതിയ ആൾക്കാരുണ്ട് നമ്മുടെ ഫാമിലിയിൽ, അപ്പോൾ അവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ലവ് സ്റ്റോറി. ചേച്ചി ലവ് സ്റ്റോറി പറയുമോ എന്നുള്ളത്. അതായത് ആക്ച്വലി നമ്മൾ ലവ് സ്റ്റോറി പറയാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മൾ 500K എത്തിയപ്പോൾ സമയത്ത്. അപ്പോൾ രാമൂട്ടൻ തന്നെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ശബ്ദം ചെയ്ത പോലെ പറഞ്ഞു നമ്മൾ 1 million സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ട് നമ്മുടെ ലവ് സ്റ്റോറി പറയുന്നതായിരിക്കും എന്ന്. അതുകൊണ്ട് ഇതുവരെ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 million ആകുന്ന ദിവസം തന്നെ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇറ്റ്സ് മൈ പ്രോമിസ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചേച്ചി ലിപ് സർജറി ചെയ്തിട്ടുണ്ടോ? ലിപ് സർജറി ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ ലിപ് സർജറി ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ലിപ് ട്രാൻസ്ഫോർമേഷൻ വന്നതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ ഫോട്ടോ എടുത്ത് നോക്കിയാൽ കാണാം എൻ്റെ പല്ല് ഇത്തിരി പൊങ്ങിയിട്ടായിരുന്നു. ലൈക്ക് ഈ ഒരു മോണ ഭയങ്കര പൊങ്ങിയിട്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഞാനത് പല്ലിൽ കമ്പിയിട്ട് ഓട്ടോമാറ്റിക്കലി പല്ലിന് വന്ന വ്യത്യാസം കാരണമാണ് ആ ലിപ്സിൻ്റെ ആ ഒരു വീതി കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തത്. ആ പല്ല് പൊങ്ങിയിരിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളിയിരിക്കുമല്ലോ, അപ്പോൾ ചുണ്ടൊക്കെ ആനച്ചുണ്ട് പോലെ ഇരിക്കും. പക്ഷെ അത് ആ ഒരു കമ്പി ഇട്ട് അത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ലിപ്പിന്റെ ഷേപ്പ് ചെറുതായ പോലെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ ലിപ് സർജറി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥകളി എത്ര നാൾ മുതലാണ് പഠിക്കുന്നത്? ഫീസ് എത്രയാണ്? എവിടെയാണ് പഠിക്കുന്നത്? ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ പ്ലീസ്? ബിഗ് ഫാൻ ചേച്ചി, ലവ് യു. താങ്ക് യു സോ മച്ച് പാർവതി. കഥകളി ഞാൻ ആക്ച്വലി പഠിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ്. അതായത് 8 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കഥകളി പഠിക്കുന്നത്. ആൻഡ് അത് ഒരു +2 വരെ തുടർന്നു. അതിനുശേഷം എൻ്റെ ആദ്യത്തെ മാഷ് എന്ന് പറയുന്നത് കലാമണ്ഡലം രാമചന്ദ്രൻ മാഷാണ്. മാഷ് മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം എനിക്കൊരു ബ്രേക്ക് വന്നതാണ്. അതിനുശേഷം ഞാൻ പിന്നെയും എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇതാ ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് കലാമണ്ഡലം അനിൽകുമാർ സാറിൻ്റെ അടുത്താണ്. വർഷ ചേച്ചിയും കാർത്തിൻ ചേച്ചിയും കൂടെയുള്ള ഔട്ടിങ് പോകുന്ന വ്ളോഗ് വേണം. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ടായിരുന്നു. ഞങ്ങൾ 3 പേര് മാത്രമല്ല, വർഷയുടെ ഹസ്ബൻഡ്, കാർത്തിയുടെ ഹസ്ബൻഡ്, ഞാനും രാമുണ്ണും ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ 6 പേരുള്ള ഒരു വ്ളോഗ് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, വർഷ ചേച്ചീൻ്റെ എന്താ മിസ് ചെയ്യുന്നേ? വർഷ ചേച്ചീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. വർഷ ചേച്ചീനെ നിങ്ങൾ കൂട്ടാറില്ലേ? അങ്ങനെ കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വർഷ ചേച്ചീനെ ഞങ്ങൾ കൂട്ടാത്തതല്ല, വർഷ ചേച്ചി വരാറില്ല സത്യമായിട്ടും. അത് നമ്മളെപ്പോൾ വിളിച്ചാലും ആൾക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും. എടി അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ പറയില്ലേ, ഒരു 5 പേരുള്ള ടീമാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ എന്തെങ്കിലും മുടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് വർഷ ചേച്ചി. അതുകൊണ്ടാണ് വർഷ ചേച്ചി വരാത്തത്. പക്ഷെ ഇപ്പോൾ ഹസ്ബൻഡൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് ആള്. അതുകൊണ്ട് ഇനിയുള്ള വ്ളോഗുകളിലൊക്കെ കാണാം. ഓക്കെ, വാട്ട് ഡിഫറൻസ് ആഫ്റ്റർ ബിഫോർ ദ മാരേജ്? ഹസ്ബൻഡ് നെഗറ്റീവ് സൈഡ്, പോസിറ്റീവ് സൈഡ്. അപ്പോൾ ഡിഫറൻസ് ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് എനിക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഞങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾ 1 year ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് തന്നെ ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് just 3 months ആയിട്ടുള്ളൂ ഗൈസ്. അതിന് മുന്നേ വരെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. സോ ഡിഫറൻസ് എനിക്ക് ഒന്നും തന്നെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. വ്യത്യാസം എന്ന് പറയുന്നത് കല്യാണത്തിന് മുന്നേ ദൂരെയായിരുന്ന ഒരാൾ ഇപ്പം അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നു എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് മാരേജ് ഐ തിങ്ക് മൈ മാരേജ് ഈസ് മൈ ഗുഡ് ഡിസിഷൻ. കാരണം എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കുറച്ചും കൂടെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഹസ്ബൻഡിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാമൂട്ടൻ്റെ നെഗറ്റീവ് സൈഡ് അങ്ങനെ നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ നെഗറ്റീവ്
ഇപ്പോൾ ദേഷ്യമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോലും ഞാനാണ് ദേഷ്യക്കാരി. അതുകൊണ്ട് അങ്ങനെ നെഗറ്റീവ് പറയാൻ മാത്രം. എന്നാൽ എന്തെങ്കിലും പറയണമല്ലോ, അവനിട്ടൊരു പണി കൊടുക്കണം. ഞങ്ങൾ തമ്മിലൊരു കപ്പലിൽ ഇവിടെ ഒരു കൊതുക് ഇറങ്ങി നടക്കണ്ട കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഒരു കപ്പിളിൽ ഞാൻ ഓവർ ഡ്രസ്ഡും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓവർ ഡ്രസ്ഡും രാമോട്ടൻ എന്താ പറയുക ഭയങ്കര മിനിമലായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ആളാണ്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സാരിയൊക്കെ കൊടുത്ത് കമ്മലൊക്കെ ഇട്ട് ഭയങ്കര ഇങ്ങനെയൊക്കെ പോകുമ്പോൾ രാമോട്ടൻ വേണമെങ്കിൽ വീട്ടിൽ ഇടുന്ന എപ്പോഴും ഇടുന്ന ഒരു ബ്ലാക്ക് മുണ്ടുണ്ട്, നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ എടുക്കുന്ന ബ്ലാക്ക് മുണ്ടില്ല, അതൊക്കെ ഇട്ടിട്ട് ആൾ വരും. അപ്പോൾ അത്രയും ലീസ്റ്റ് കൺസേൺഡ് ആണ് ഔട്ട്ഫിറ്റ്സിൻ്റെ കാര്യത്തിൽ, അത്രയും ലീസ്റ്റ് കൺസേൺഡ് ആണ് ഔട്ട്ഫിറ്റ്സിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതെനിക്കൊരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നാറുണ്ട്. നെഗറ്റീവ് തന്നെയാണ് ഗൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് പറയാവോ എന്നുള്ളത്. ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ഓക്കെ, ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് പീരീഡ്സ് ആവുന്നത്. ലൈക്ക് എല്ലാവരെയും പോലെ തന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആയത്. ഞാൻ വീട്ടിൽ വന്നിട്ട് അറിഞ്ഞു. അപ്പം എനിക്ക് അന്ന് എക്സാം ഉള്ളൊരു ദിവസമായിരുന്നു. ഞാൻ 8th എന്താണ് ലാസ്റ്റ് ആനുവൽ എക്സാമിന്, അന്ന് മാത്സ് എക്സാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എക്സാമിൻ്റെ സമയത്താണല്ലോ പരീക്ഷയ്ക്ക് പോവുക. പരീക്ഷയൊക്കെ കഴിഞ്ഞ് വർഷം കടത്തിയിട്ട് പരീക്ഷയ്ക്കൊക്കെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അയ്യോ റെഡി ആവാൻ നേരത്ത് പീരീഡ്സ് ആയത് കണ്ടു. ഷോ പിന്നെ അമ്മേനോട് പറഞ്ഞു. അപ്പം എനിക്ക് അറിയായിരുന്നു നമ്മൾക്ക് ഇത് ഫാമിലിയിൽ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൂടാതെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കഷനിൽ വി നോ ദാറ്റ് തിങ്, നമുക്ക് അറിയാം. പക്ഷെ ഇന്നത്തെ അത്രയും നമ്മൾ അത്രയും സംസാരങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ലൈക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഒരു സർപ്രൈസിങ് പ്ലസ് ഭയങ്കര അയ്യോ വിഷമം ആയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ദാറ്റ്സ് ഇറ്റ്. ചേച്ചിയുടെ ഡ്രസ്സിങ് ഒക്കെ രാമോട്ടിന് ഇഷ്ടമാണോ? ചേച്ചിയുടെ ഡ്രസ്സിങ്ങിൽ രാമോട്ടൻ കൈ കടത്താറേ ഇല്ല. ആക്ച്വലി ഡ്രസ്സിങ്ങിൽ അങ്ങനെയൊന്നും നോക്കാറില്ല. മുന്നേയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പാണെന്നുണ്ടെങ്കിൽ നീ എന്തോ ഇട്, നിന്റെ ഇഷ്ടമുള്ളത് ഇട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. മുന്നേയൊക്കെ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെയൊക്കെ സമയത്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഡ്രസ്സസ് ഒക്കെ ചൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ അങ്ങനെ ഇന്നത് കൊള്ളാം കൊള്ളില്ല എന്നൊന്നും മാക്സിമം പറയില്ല. ആളങ്ങനെ ഡ്രസ്സിൽ അങ്ങനെ കൺസേൺഡ് അല്ല. പുള്ളിക്കാരൻ ഇടുന്ന ഡ്രസ്സിലും ഞാനിടുന്ന ഡ്രസ്സിലും അത്ര കൺസേൺ അല്ല. എന്തെങ്കിലും ഇട്ടിട്ട് വാ, ആ ഒരു മൈൻഡാണ്. ചേച്ചി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളുടെ പേര് പറയാം. അടിപൊളി ചോദ്യം. എൻ്റെ ക്യാമറമാൻ കാണിക്കണം, ഞാനത് പറയാം. വെറുക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിയില്ലേ, അങ്ങനെ വീഡിയോയിൽ പറയണം. അങ്ങനെ വെറുക്കുന്നതായിട്ടുള്ള ആരും അങ്ങനെയില്ല. ലൈക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും, നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ദേഷ്യങ്ങളും ഫ്രസ്ട്രേഷനും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇൻ പേഴ്സൺ ഇപ്പോൾ ആരോടും തന്നെ അങ്ങനെ വരില്ല. ലൈക്ക് ദേഷ്യമാണെന്നുണ്ടെങ്കിലും വെറുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളൊരു എനർജി വേണം അതിനകത്ത്, അല്ലേ? നമുക്ക് ഒരാൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു എനർജി നമ്മൾ കൊടുക്കണം. ദേഷ്യപ്പെടണമെങ്കിൽ എനിക്ക് അവരുടെ ദേഷ്യം എന്ന് പറയാൻ ഒരു എനർജി വേണം. വൺസ് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക, വി ഫീൽ ലൈക്ക് അത് ഇറിലവൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു ദേഷ്യം തോന്നത്തില്ല. സോ അങ്ങനെയൊന്നും എനിക്കിപ്പോൾ ദേഷ്യം അങ്ങനെയുള്ള വെറുക്കുന്ന ആരുമില്ല. ഇപ്പം ഞാൻ ക്യാമറമാനോട് കുറച്ച് ദേഷ്യമുണ്ട്, അവനവിടെ കിടന്ന് ഞാനാണെന്ന് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രം പറഞ്ഞാട്ടോ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഡ്രീം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡാൻസറായിട്ട് അറിയപ്പെടണം എന്നാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. അതിപ്പോഴും അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കുറച്ച് അച്ചീവ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇനിയും ഒരുപാട് സ്റ്റൈൽ പഠിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ അറിയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലാസിക്കലാണെന്നുണ്ടെങ്കിൽ കഥകളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അറിയാം. വെസ്റ്റേൺ അത്യാവശ്യം കുറച്ച് പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഒക്കെ പഠിച്ചിട്ട് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് കൂടാതെ തന്നെ എൻ്റേതായിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഇയറിന് ഒരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങണം. കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡാൻസ് ക്ലാസ്സസ് ചെയ്യുന്നുണ്ടോ, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ എന്ന്. ആക്ച്വലി എനിക്ക് ആഗ്രഹമുണ്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ലൈക്ക് എനിക്കൊരു ഒരു ഇനീഷ്യൽ പുഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേണം. അപ്പോൾ രാമോട്ടൻ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു റൈറ്റ് ടൈമായി എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ മാത്രമേ ഞാൻ എപ്പോഴും ഒരു കാര്യം ചെയ്യത്തുള്ളൂ. സോ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ മൈ നെക്സ്റ്റ് ഡ്രീം ഈസ് ടു സ്റ്റാർട്ട് എ ഡാൻസ് സ്റ്റുഡിയോ എൻ്റേതായിട്ട് തന്നെ.
ചേച്ചി എന്തിനാണ് മുടി വെട്ടിയത്, വല്ല സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ മുടി വെട്ടുന്നത് സങ്കടം കൊണ്ടാണോ? നോ വേ. അപ്പൊ ഞാൻ കുറെ നാളെ എന്റെ ഹെയർ വ്ളോഗ് കണ്ടിട്ടില്ല, ഹെയർ കട്ട് വ്ളോഗ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ആക്ച്വലി ഹെയർ കട്ട് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഷോർട്ട് ഹെയർ ചെയ്യണം എന്ന്. അതുകൊണ്ടാണ് ഷോർട്ട് ഹെയർ ചെയ്തത്. ഇപ്പൊ നല്ല റിലാക്സേഷൻ ഉണ്ട് കേട്ടോ, വലിയ മുടി മിസ് ചെയ്യുന്നു. അതായത് നമുക്ക് അങ്ങനെയാണല്ലോ, വലിയ മുടിയായിരിക്കും, നീളത്തിലുള്ള മുടിയുള്ളപ്പോൾ പറയുമ്പോൾ കുറച്ച് ഷോർട്ടാക്കി കഴിഞ്ഞാൽ രസമുണ്ടാവും, ഇത് ഷോർട്ടാക്കി കഴിഞ്ഞാൽ പക്ഷെ എൻ്റെ പഴയ മുടി എന്ത് രസമുണ്ടാവും, അതേ അവസ്ഥയാണ്. പക്ഷെ സ്റ്റിൽ ഇത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മളിപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ പുതിയൊരാളായി അങ്ങനെ തോന്നുന്നതിലൊക്കെ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല കംഫർട്ടബിൾ ആണ്, മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മുടിയൊക്കെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഡ്രൈ ആവും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ കുറേ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, കുറേ വർഷങ്ങളായിട്ട് ഒരേ സ്റ്റൈലാണ് എൻ്റെ ഹെയർ എന്ന് പറയുന്നത്. അപ്പം അതിനൊരു വ്യത്യാസം കൊണ്ടുവന്നു. നിങ്ങളുടെ ഫസ്റ്റ് കിസ് ആരാണ് കൊടുത്തത്? എന്ത് തോന്നുന്നു? ആക്ച്വലി ലവ് സ്റ്റോറി വീഡിയോയിലൊക്കെ വരേണ്ട സാധനങ്ങളാണിത്. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഇത് മാത്രം പറയാം, ഞാനാണ് ഗൈസ് കൊടുത്തത്. അതിൻ്റെ കഥയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലവ് സ്റ്റോറി വീഡിയോയിൽ പറയാം. എന്തായാലും അതിനെപ്പറ്റി ഞാനാണ് കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 45 ലൈക്കുള്ള ചോദ്യമാണ്, ബേബി പ്ലാൻ ഇല്ലേ? ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള Q&Aയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അന്നും ഞങ്ങൾ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞാണ്, പക്ഷേ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. വേറെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്നാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിക്കുന്നതെന്നൊക്കെ. എൻ്റെ പൊന്നോ, ബേബി പ്ലാനിങ്ങിലേക്ക് നമുക്ക് ഇപ്പം ഇല്ല. നമ്മൾ രണ്ടുപേരും അതിന് ആ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു വിചാരം. സോ അതിലേക്ക് മോസ്റ്റ്ലി എത്താം, ചിലപ്പോൾ അടുത്ത് തന്നെ എത്താൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും. ആസ് ഓഫ് നോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ കറൻ്റ്ലി ഇല്ല. എന്തായാലും ഉണ്ടാവുമായിരിക്കും. സോ അപ്പം എന്തായാലും എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. നിങ്ങളെ അറിയിക്കാതെ വല്ലതും ഞങ്ങൾ പ്ലാൻ ചെയ്യുമോ? സോ എല്ലാവരെയും അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ആസ് ഓഫ് നോ ഞങ്ങൾക്ക് അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. ബിക്കോസ് പാരൻറ്റിങ് അത്ര ചെറിയ ടാസ്ക് അല്ല. അങ്ങനെ പാരൻറ്റിങ് എടുക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ രണ്ടാളും വളർന്നു തോന്നുന്നില്ല. അടുത്തതൊരു ക്വസ്റ്റനുള്ള ഒരാൾ സങ്കടം പറഞ്ഞേക്കാണ്, റെനിമോൾ PR8887. ലാസ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതിന് ആൻസർ കിട്ടാത്തപ്പോൾ മോൾക്ക് ഭയങ്കര വിഷമമായി. സോ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് വിഷമമായി. അയ്യോ അങ്ങനെ വിചാരിക്കല്, ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്നാൽ എന്തെങ്കിലും ചോദിക്കും, മോളോട് വിഷമിക്കല്ലേ എന്ന് പറ. എന്തായാലും ഇനി എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരും. ഓക്കെ. ആദ്യം ചെയ്ത ടിക്ടോക്ക് വീഡിയോസ് വെറുക്കുന്നുണ്ടോ ചേച്ചി? ഇപ്പം റിഗ്രറ്റ് ഉണ്ടോന്ന്? ഒരിക്കലും ഇല്ല. ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ നടുക്ക് നിന്നിട്ട് റോസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഒരു തരി റിഗ്രറ്റ് പോലും ഇല്ല ഗൈസ്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വന്ന വഴി മറക്കുന്ന ആളല്ല. കാരണം ആ വീഡിയോസ് ഞാൻ വെറുതെ കോവിഡ് ടൈമിൽ ചെയ്ത വീഡിയോസ് കാരണം അത് റീച്ചായി. അങ്ങനെ ടിക്ടോക്ക് നിർത്തി, അങ്ങനെ ഇൻസ്റ്റയിൽ വന്ന്, ഇൻസ്റ്റയിൽ നിങ്ങളുടെ മുന്നിൽ യൂട്യൂബിലേക്ക് വന്നതാണ്. സോ ആ ഒരു ജേണിയുടെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ടിക്ടോക്ക് ആയിരുന്നു. സോ ടിക്ടോക്ക് ഇല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു റിഗ്രറ്റും ഇല്ല, മറിച്ച് താങ്ക്സ് മാത്രമേ ഉള്ളൂ ടിക്ടോക്കിനോട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് യു ഗീവ് ഇമ്പോർട്ടൻസ് ഇൻ ഡാൻസ്? ഇൻ മൈ പെർസെപ്ഷൻ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പറയണത്, ഡാൻസ് ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാവും. സോ ദ സ്റ്റൈൽ, ആ സ്റ്റൈലാണ് അവർക്ക് വേണ്ടത്. ഡാൻസിൽ സ്റ്റൈലും പെർഫെക്ഷനും ആണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ഡാൻസ് ഫോമിന് അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. ഇപ്പം കഥകളി കളിക്കുന്ന പോലെയല്ല നമ്മളൊരു വെസ്റ്റേൺ ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല ഭരതനാട്യം ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യാന്നുള്ളതാണ് ശരിക്കും നമ്മളൊരു ഡാൻസ് ഫോം എടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്റ്റൈലിൽ ചെയ്യുക, കറക്റ്റ് സ്റ്റൈലിൽ ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ഫാക്ടേഴ്സ്. ദെൻ അടുത്തതായിട്ട് കൂടുതൽ പേരും ചോദിച്ചേക്കുന്നത് ബ്രദറിൻ്റെ കാര്യമാണ്. ചേട്ടനെ വീഡിയോസിലൊന്നും കാണാറില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 3 years ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മോളെൻ്റെ ഇനീഷ്യൽ വീഡിയോയിലപ്പോൾ തന്നെ നമ്മൾ ബ്രദറിനെ താങ്ക്സ് കൊടുത്തിട്ടുണ്ട്, ചേട്ടായിനെ താങ്ക്സ് കൊടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് അർജുൻ എന്നാണ് പേര്. എൻ്റെ ബ്രദർ എൻ്റെ കൂടെ ഇപ്പം ഇല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പയ്യെ നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ എല്ലാ കാര്യത്തിനും സ്റ്റിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സോ ഹീ ഈസ് വിത്ത് മീ, ദാറ്റ്സ് ഇറ്റ്.
ഓക്കെ ഗായ്സ്, അപ്പോൾ അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉത്തരം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യൂ ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.